ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അവന്തികയുടെ മുറിയിലേക്ക് വന്ന നന്ദൻ വളരെ ദേഷ്യത്തോടെ അവന്തികയോട് പെരുമാറുന്നുണ്ട്. എന്നാൽ അവന്തിക ഒരു കൂസലുമില്ലാതെയാണ് നന്ദനോട് സംസാരിക്കുന്നത്. എന്താ നിന്റെ ഉദ്ദേശമെന്ന് നന്ദൻ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു, എനിക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഗർഭകാലം ആസ്വദിക്കണം. വേദനകൾ സഹിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിലൂടെ സേതുമാധവൻ എന്ന വലിയ മനുഷ്യന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കണം. മറ്റൊരു ഉദ്ദേശവും എനിക്കിപ്പോൾ ഇല്ല. അല്ല, നിങ്ങൾക്കിപ്പോഴും സംശയം മാറിയില്ലേ? എന്നാലേ ശ്രദ്ധിച്ച് ഒന്നുകൂടി കേട്ടോ, അവന്തിക ഗർഭിണിയാണ്. ദേ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയേ. 4 കാലിലേക്ക് ഈ വീട്ടിലേക്ക് കയറി വന്ന ദിവസത്തെക്കുറിച്ച്. ബോധത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും തെറ്റ് പറ്റിയാൽ അത് തെറ്റ് തന്നെയാണ്. ഭർത്താവിൽ നിന്നും ഭാര്യ ഗർഭിണിയാകുന്നത് തെറ്റല്ല. മറ്റെന്തോ കുറ്റം ചെയ്തതുപോലെ എന്നെ ക്രോസ് വിസ്താരം ചെയ്തോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഉറപ്പായില്ലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ? മദ്യപിച്ച് ലെക്ക് കെട്ട് ഭാര്യയെ സ്നേഹിക്കാൻ വരുമ്പോൾ ഓർക്കണം, ദേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇനിയും സംശയം മാറിയില്ലെങ്കിൽ ഇനി തുടങ്ങി 10ാം മാസം ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ കണ്ടു ബോധിച്ചാൽ മതി എന്നെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് പോകുന്നു. ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നന്ദൻ. ശേഷം കാണിക്കുന്നത് അവന്തിക ഒരാളെ ഫോൺ ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഈ പാവം ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായാൽ മാത്രം പോരല്ലോ, എൻ്റെ മുന്നിലേക്ക് വരണ്ടേ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, എന്താ മുന്നിലേക്ക് വരാൻ സമയമായോ? എനിക്ക് സമയമായെന്ന് സന്തോഷത്തോടെ അവന്തിക പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, എന്താണ് സന്തോഷത്തിലാണല്ലോ? അതെ, വളരെ സന്തോഷത്തിലാണ്. ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിയുമ്പോഴുള്ള എല്ലാ സന്തോഷവും എനിക്കുണ്ട് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, റിയലി കൺഗ്രാജുലേഷൻസ്. ഇത് നിന്റെ അഭിനയമല്ല എങ്കിൽ മാത്രം എൻ്റെ ഈ കൺഗ്രാറ്റ്സ് നിനക്ക് സ്വീകരിക്കാം. അതൊക്കെ വിശദമായി നിന്നോട് ഞാൻ പറയാം. കാണാം, വേഗം കാര്യങ്ങളുണ്ട് എന്ന് അവന്തിക പറയുന്നു. കാണാം, സംസാരിക്കാം, നീ വിളിച്ചാൽ മതിയെന്ന് അയാൾ പറയുന്നു. ശരി, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. ശേഷം അവന്തിക ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് അനഘ മുറിയിലേക്ക് വന്നത്. ഈ ചേച്ചി ഇത് എവിടെ പോയി എന്ന് വിചാരിച്ച് അവിടെ നോക്കിയപ്പോൾ അവന്തിക അവിടേക്ക് വന്നിട്ട് പറയുന്നു, നീ എന്താ ഇവിടെ? വെറുതെ ഒരു കൺഗ്രാറ്റ്സ് പറയാം എന്ന് കരുതി. ഒരിക്കലും പ്രസവിക്കാത്ത എൻ്റെ ഗർഭിണിയായ എൻ്റെ ചേച്ചിക്ക് അനിയത്തിയായ എൻ്റെ വക ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് എന്ന് അനഘ പറയുന്നു. ബോറങ്ങട്ട് വീണപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. പിന്നെ ഗർഭിണിയാണെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞതോടെ ഉറപ്പിച്ചു ഇത് നാടകം തന്നെയായിരിക്കുമെന്ന്. ആ സന്ധ്യ തിരക്കായതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പണി അപ്പോൾ തന്നെ പാളിയേനെ. ഗർഭിണിയാണെന്നും മോൻ്റെ കൊച്ചിനെ വയറ്റിലുണ്ടോട്ട് പോകുകയാണെന്നും 2 ഡയലോഗ് അടിച്ചപ്പോഴത്തേക്കും സേതുമാധവൻ ഫ്ലാറ്റ്. ഡോക്ടർ കാര്യം പറഞ്ഞപ്പോഴേ നന്ദന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ചെയ്യാത്ത കുറ്റം തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ പോലെ ഒരു റിയാക്ഷൻ ആയിരുന്നു. എന്തായാലും ചേച്ചിയുടെ ആദ്യത്തെ പ്ലാൻ നടന്നു കഴിഞ്ഞു. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ പോരാ, അതുപോലെ പെരുമാറണം. കുറച്ചു നാൾ കഴിഞ്ഞ് വല്ല തുണിയോ എടുത്ത് വയറ്റിൽ കെട്ടിവെക്കാം, എന്നിട്ട് ഇവിടെ നിലയുറപ്പിക്കാം. കുറച്ചു കാലം കഴിയുമ്പോൾ ഒന്ന് വീണാൽ മതി, എന്നിട്ട് അബോഷനായെന്ന് നമുക്ക് തന്നെ പറഞ്ഞുണ്ടാക്കാം എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതൊക്കെ വേണോ? അല്ലെങ്കിൽ പിന്നെ പ്രസവിച്ച് കുഞ്ഞിനെ കാണിക്കേണ്ടി വരില്ലേ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, ഒരു കൂസലുമില്ലാതെ പറയുകയാണ്, കാണിക്കണം. ടെൻഷനോടെ അനഘ ചോദിക്കുന്നു, എവിടെ നിന്നെടുത്ത് കാണിക്കുമെന്ന്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, 10ാം മാസം നിന്റെ ഈ ചേച്ചി പ്രസവിക്കും. നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ ഗർഭിണി ആവില്ല എന്നും ഇതിൻ്റെ നാടകമാണെന്നും? ഞാൻ ഗർഭിണി തന്നെയാണെന്ന് അവന്തിക പറയുന്നു. ഞെട്ടലോടെ എന്ന് ചോദിക്കുകയാണ് അനഘ. നന്ദനും അവന്തികയ്ക്കും ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞത് വെറുതെ അല്ല. ചേച്ചി സീരിയസ് ആയിട്ടാണോ ഇത് പറയുന്നത് എന്ന് അനഘ ചോദിക്കുന്നു. ഇതെന്റെ കഷ്ടമാണെന്ന് നോക്കിയേ, ഞാൻ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ഇതാർക്കും വിശ്വസിക്കാൻ പറ്റാത്തത് എന്താ? കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവർക്കും വിശ്വാസം വരുമല്ലോ. നീയല്ലേ എന്നോട് പറഞ്ഞത് സ്വത്തെല്ലാം വാങ്ങണമെങ്കിൽ നന്ദനും എനിക്കും ഒരു കുഞ്ഞുണ്ടാകണമെന്ന്? അത് ഞാനങ്ങ് സാധിച്ചു, അത്രയേ ഉള്ളൂ. എങ്കിലും ചേച്ചി എന്നൊക്കെ അനഘ ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു, ഇപ്പോൾ നിനക്ക് വിശ്വാസമായില്ലേ ഞാനൊരു അമ്മയാവാൻ പോവുകയാണെന്ന്? നിന്നെ പോലെ ഓരോരുത്തരെയും വിശ്വസിപ്പിക്കണം. അനഘ പറയുന്നു, അപ്പോൾ ശരിക്കും അല്ലേ എന്ന്? നീ കണ്ടോ ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്? പോകെ നിന്റെ മുഖത്ത് കാണുന്ന ഈ സംശയം മാറും. ഈ ഗർഭം പറഞ്ഞാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പോകുന്നത്. നെല്ലിശ്ശേരി സേതുമാധവന്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശിയായി വയറ്റിലിട്ട് അവന്തിക ഒരു പോരിനും കൂടെ ഇറങ്ങുകയാണ്. ഒരിക്കലും തോൽക്കാത്ത ഒരു ഒളിപ്പോരിന്. ഒന്നും മനസ്സിലാകാത്തതുപോലെ നിൽക്കുകയാണ് അനഘ. ശേഷം നന്ദൻ, സന്ധ്യ, അർച്ചന ഇവർ 3 പേരും പുറത്തു വെച്ച് കാണുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം സന്ധ്യ പറയുന്നു, എന്തൊക്കെയാ വീട്ടിലിപ്പോൾ നടക്കുന്നത്? അവന്തിക ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ നന്ദൻ ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, എന്നാൽ നന്ദൻ പറയുന്നു, അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഞാനും അവന്തികയും ഒരു ഭാര്യ ഭർത്തൃബന്ധമിൽ
ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് അവന്തിക കാണിച്ച ക്രൂരതയൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ മരണം വരെ ആ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയും ചെയ്യും. എൻ്റെ കൈകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. അതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി ഒരിക്കൽ പോലും ഞാൻ അവന്തികയെ സ്നേഹമായിട്ട് ഒന്ന് നോക്കിയിട്ട് പോലുമില്ല, അങ്ങനെ പെരുമാറിയിട്ടില്ല. എനിക്ക് ഉറപ്പാണത്. ഇരിക്കേട്ട് അർച്ചന പറയുന്നു. നന്ദേട്ടൻ ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കരുതിയതായിരിക്കും ഡോക്ടറെ ശരി. നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ ആ ഏട്ടത്തി മനഃപൂർവ്വമായി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും. എന്നിട്ട് വന്ന ഡോക്ടറെ കയ്യിലെടുത്ത് താൻ ഗർഭിണിയാണെന്ന് പറയിപ്പിച്ചതായിരിക്കാം. ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം, ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നന്ദേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നവൾ എന്ന പരിഗണന കൊണ്ട് അച്ഛൻ എല്ലാം മറക്കുമെന്ന്. കാര്യങ്ങളെല്ലാം ഏടത്ത് തീരുമാനിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊരു ചേറ്റ് നമ്മൾ വിചാരിച്ചതല്ലല്ലോ. എനിക്കേട്ട് നന്ദൻ പറയുന്നു, ഈ ഒരു പ്രശ്നത്തിൽ നീ എങ്ങനെയാണ് കരകയറുന്നതെന്ന് എനിക്കറിയില്ല. അവൻ്റെ കുറിച്ചുള്ള മുഴുവൻ കഥകളും ഞാൻ അച്ഛനോട് പറയാൻ പോവുകയാണ്. അപ്പോൾ അച്ഛനായിട്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും. സന്ധ്യ പറയുന്നു, അത് ഇനി അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല നന്ദ. കാരണം അവൻ്റെ ഗർഭിണിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നന്ദൻ ചെന്ന് അവന്തികയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നന്ദന്റെ തലയിൽ വരൂ. കുടുംബത്തിൽ ഇത്രയും ദ്രോഹിച്ച ഒരാളെ ഇത്രയും ദിവസം വീട്ടിൽ നിർത്തിയതിനും എല്ലാം ക്ഷമിച്ച അവളോട് സ്നേഹം കാണിച്ചതിനും അതിൻ്റെ കൂടെ ഇപ്പോൾ ഗർഭിണിയാണ് എന്നുള്ളതും കൂടി ചേർത്ത് സെൻറ്റി ഡയലോഗും കൂടി അടിച്ചാൽ എല്ലാവരും, പ്രത്യേകിച്ച് അച്ഛൻ, അവന്തികയുടെ ഭാഗത്ത് നിന്ന് അവൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യും. പിന്നെ എന്താ നടക്കുകയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കേട്ട് നന്ദൻ പറയുന്നു, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കണ്ടേ സന്ധ്യ? ഇങ്ങനെ സ്വയം തകർന്ന് എത്ര നാൾ ഞാൻ ജീവിക്കും? രണ്ടും കൽപ്പിച്ച് അവൻ്റെ ഇങ്ങനെ ഒരു പോരിനിറങ്ങുമ്പോൾ എങ്ങനെ തടയിട്ട് നിർത്തും? നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അർച്ചന പറയുന്നു, സാധിക്കും. രണ്ടും കൽപ്പിച്ച് പോരിനിറങ്ങുന്നവരെ തടയിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. നമ്മളും രണ്ടും കൽപ്പിച്ചിറങ്ങണം. എന്നിട്ട് എന്ത് ആയുധമാണോ നമുക്കുള്ളത് അത് തന്നെ തിരിച്ചു പ്രയോഗിക്കണം. ഗർഭിണി ആയോണ്ടല്ലേ അച്ഛനെല്ലാം ക്ഷമിച്ചതും ഏട്ടത്തി ആ വീട്ടിൽ ഇപ്പോഴും ഉള്ളതും. എന്നാൽ ഏട്ടത്തി ഗർഭിണി അല്ല എന്നതും അത് നെല്ലിശ്ശേരിയിൽ നിൽക്കാൻ വേണ്ടി ഏട്ടത്തി ഉണ്ടാക്കിയ കഥയാണെന്നും തെളിയിക്കണം. സത്യം അച്ഛന് ബോധ്യമായാൽ അച്ഛനായിട്ട് തന്നെ ഇറക്കി വിട്ടോളും. അതിന് സന്ധ്യ ഡോക്ടറിന്റെ സഹായമാണ് എനിക്ക് ആവശ്യം. എൻ്റെ സഹായമോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സന്ധ്യ ചോദിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ അർച്ചന അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ട ശേഷം സന്ധ്യ പറയുന്നു, അർച്ചന പറഞ്ഞതുപോലെ എല്ലാം നടന്നാൽ അവൻ്റെ ഗർഭിണി അല്ല എന്ന് നമുക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരാം ഡോക്ടറെ. ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഡോക്ടറെ വിളിക്കാമെന്ന് അർച്ചന. എന്ത് ചെയ്തിട്ടായാലും എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ മനസ്സറിയാത്ത ഒരു കാര്യത്തിന് ഞാനിപ്പോൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഗയിൽ നന്ദനൊരു കുഞ്ഞ്. അങ്ങനെ ഉണ്ടായാൽ അതിനർത്ഥം ഞാൻ അവളോടെല്ലാം ക്ഷമിച്ചെന്നല്ലേ? അതൊരിക്കലും ഉണ്ടാക്കാത്ത കാലത്തോളം എനിക്കതിലൊരു പങ്കുമില്ല എന്നും ഇതവളുടെ നാടകമാണെന്നും തെളിഞ്ഞേ പറ്റൂ. സന്ധ്യ പറയുന്നു, നന്ദൻ ധൈര്യമായിട്ടിരിക്കെ ഇങ്ങനൊരു കള്ളം പറഞ്ഞ് എത്ര നാൾ ജീവിക്കാൻ പറ്റും? അതിനൊക്കെ മുമ്പേ നമുക്ക് അവളെ പൂട്ടണം. ഒരിക്കലും അഴിയാത്ത തരത്തിലുള്ള പൂട്ടിട്ട് തന്നെ പൂട്ടണം. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട്. സ്നേഹ ഡാൻസ് ചെയ്യുന്നു. ആതിര അത് വീഡിയോ എടുക്കുകയാണ്. കളിച്ചിട്ട് ഓക്കെ ആണോ എന്ന് സ്നേഹ ചോദിക്കുന്നു. എവിടെ നോക്കട്ടെ എന്നും പറയുകയാണ്. അങ്ങനെ ആതിര ആ ഫോൺ കൊടുക്കുകയാണ്. കണ്ട ശേഷം ആതിര സ്നേഹ പറയുന്നു, ഇതിങ്ങനെയല്ല, നിന്റെ ഡാൻസ് പോലെയല്ല. ഈ പാട്ടിനെ എന്ത് രസമായിട്ടാണ് പിള്ളേര് ഡാൻസ് കളിക്കുന്നത്. ആദ്യം മോൾ അതൊക്കെ എടുത്തു വെച്ചൊന്ന് കണ്ടു പഠിക്കുക, എന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് ആതിര. അതല്ല, ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ക്യാമറ താഴെ വെച്ച് എടുത്താലേ ക്യാമറ മങ്ങിയിരിക്കും, എപ്പോഴും മുഖത്തിന് നേരെ പിടിക്കാവൂ എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, അതെന്താ ക്യാമറ താഴെ വരുമ്പോൾ നിന്റെ മുഖത്തിന്റെ കളർ മാറുമോ? നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ? ഓ, അസുഖമൊന്നുമല്ല, എൻ്റെ കളക്ടൂൺ അങ്ങനെയാണ്. നിന്നെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്താണല്ലോ സംസാരം. അതിന് വേണ്ടേ എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, അയ്യേ, അത് നിനക്ക് തോന്നുന്നതാ. നിനക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടല്ലേ. ഇതുപോലത്തെ നിന്റെ ഡാൻസ് കൂടി ഒഴിവാക്കിയാൽ അത് 50K ആകും. എന്നാലേ ഇത് ഒന്നുകൂടി എടുത്താലോ എന്ന് സ്നേഹ ചോദിക്കുന്നു. അത് വേണോ എന്ന് ആതിരയും. ഇത് വേണം, അത് ഞാൻ തകർക്കും, എടുത്തേ എന്ന് സ്നേഹ പറയുന്നു. അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ആതിര. അവൻ്റെ അവിടേക്ക് വന്നു. സ്നേഹയുടെ ഡാൻസ് കാരണം അവന്തികയുടെ കയ്യിലിരുന്ന ആ പാല് തട്ടിപ്പോവുകയാണ്. യോ, താഴെ പോയല്ലോ എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? എടുത്തി, ഞാനത് കണ്ടില്ല എന്ന് സ്നേഹ. അതാ ചോദിച്ചത്, നിനക്ക് കണ്ണ് കണ്ടൂടെ എന്ന് ദേഷ്യത്തോടെ അവന്തിക ചോദിക്കുന്നു. ഒരു ഗ്ലാസ് പാല് തറ വീണ് പൊട്ടിയതിന് എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് ആതിര ചോദിക്കുന്നുണ്ട്. നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? നിനക്ക് ഉറക്കമൊന്നുമില്ല എന്ന് സ്നേഹയോട് ചോദിക്കുന്നു. പാതിരാത്രിയാണോ നിന്റെ പാട്ടും കൂത്തും? അർച്ചന അവിടേക്ക് വരുന്നു. എന്ത് പറ്റി മോളെ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. അത് തന്നെയാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സ്നേഹ ഒരു ഡാൻസ് കളിക്കുമായിരുന്നു, എടുത്തി വരുന്നത് കണ്ടില്ല, കൈതട്ടി പാൽ ഗ്ലാസ് താഴെ വീണ് പൊട്ടി, അതിനാ. അത്രയുള്ളൂ, പൊട്ടി ഗ്ലാസ് വാരിക്കളഞ്ഞ് തറ തുടച്ചാ പോരെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, എങ്കിൽ പിന്നെ നീ അങ്ങോട്ട്
ചെയ്തോളാം, അതിനെന്താ ഇത്ര വഴക്കെന്ന് അർച്ചന ചോദിക്കുന്നു. സേതുവും നന്ദനും അവിടേക്ക് വരുന്നു. സേതു സന്തോഷത്തിലാണ്. പെൺപോരാണല്ലോ, എന്താ ഇവിടെ പ്രശ്നമെന്ന് സേതു ചോദിക്കുന്നു. സ്നേഹയുടെ കൈതട്ടി അവന്തികയെടുത്തിടെ കയ്യിരുന്ന പാല് ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അവന്തികയെടുത്ത് ഇവളോട് ദേഷ്യപ്പെട്ടു. അതെന്തിനാണെന്ന് ചോദിക്കായിരുന്നു ഞാൻ എന്ന് അർച്ചന. അതെ, എന്തിനാ അവന്തിക അതിന് ദേഷ്യം? ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വഴക്കിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാ? സന്തോഷമായിരിക്കേണ്ട സമയമല്ല ഇത്. വെറുതെ ദേഷ്യം കാണിച്ച് എന്തിനാ വെറുതെ സമ്മർദ്ദം കൂടുന്നതെന്ന് സേതു. അവന്തികയെടുത്ത് വെറുതെ പറയണ്ടച്ചാ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വലിയ ദേഷ്യം വരുമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യം വരും അത്രേ. ആദരയ്ക്കും അതുണ്ട്. അതല്ല ഇപ്പോൾ വഴക്കുണ്ടായത്. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. ഡോക്ടർ അന്ന് എടുത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞ ശേഷം ചെക്കപ്പ് ഒന്നും നമ്മൾ ചെയ്ത് നോക്കിയില്ലല്ലോ. നാളെ തന്നെ ഒരു ചെക്കപ്പ് നടത്തി കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തണം. അത് ഒരാഴ്ച കഴിഞ്ഞല്ലേ ചെല്ലാൻ പറഞ്ഞത് എന്ന് അവന്തിക ചോദിക്കുന്നു. എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അധികം യാത്രയൊന്നും ചെയ്യരുതെന്ന് അന്നും ഡോക്ടർ പറഞ്ഞതല്ലേ. അതുകൊണ്ട് നമുക്ക് സന്ധ്യ ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിക്കാം. ഇത് കേട്ടപ്പോൾ അവന്തിക ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട്. സന്ധ്യ ഡോക്ടർ ഉള്ളപ്പോൾ പിന്നെ മറ്റൊരു ഡോക്ടറെ എന്തിനാ കാണുന്നത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, ആദ്യം വന്ന് പരിശോധിച്ച് ഡോക്ടറെ തന്നെ ഞാൻ പോയി കണ്ടോളാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിക്കും. സന്ധ്യ ഉള്ളപ്പോൾ എന്തിനാ മോളെ മറ്റൊരു ഡോക്ടറെ കുറിച്ച് ചിന്തിക്കുന്നത്? അന്ന് അവൾക്ക് തിരക്കായോണ്ടല്ലേ നമ്മൾ മറ്റൊരു ഡോക്ടറെ വിളിച്ചത് എന്നും സേതു പറയുകയാണ്. അർച്ചനെ സന്ധ്യ വിളിച്ച് നാളെ ഇവിടം വരെ ഒന്ന് വരാൻ പറയേ. അർച്ചന മോളെ പറഞ്ഞതുപോലെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വരുത്തണ്ടേ എന്നും സേതു പറഞ്ഞപ്പോൾ വളരെ ടെൻഷനോടെ അവന്തിക നിൽക്കുന്നു. നിങ്ങൾ എല്ലാവരും പോയി കിടക്കാൻ നോക്ക്, സമയം ഒരുപാട് അയച്ചല് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് സേതു. അതിനു മുമ്പ് തന്നെ സേതു മുറിയിലേക്ക് പോകുന്നു. നീ വാ എന്ന് പറഞ്ഞ് സ്നേഹയും കൂട്ടി ആതിര പോകുന്നു. ദേഷ്യത്തോടെ അർച്ചനെ ഒന്ന് നോക്കിയിട്ട് അവന്തിക മുറിയിലേക്ക് പോയപ്പോൾ സന്തോഷത്തോടെ അർച്ചന നന്ദനോട് പറയുന്നു, നാളത്തോടെ ഈ ഗർഭനാടകം അവസാനിക്കും നന്ദേട്ട. അവന്തികയെടുത്ത് ഗർഭിണി അല്ല എന്നറിയുമ്പോൾ അച്ഛനായിട്ട് തന്നെ ഇറക്കി വിട്ടോളും. സന്ധ്യ ഡോക്ടർ ഒന്ന് ഇതുവരെ വരുന്നതോടെ ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നതിന് തിരശ്ശീല വീടും. അത് കേട്ട് നന്ദനും സന്തോഷത്തോടെ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.